സുജാതയുടെ ഒരു പ്രത്യേകത, സുജാതയെ മലയാളി സാധാരണ കാണുന്നത് ഈ ഒരു ഘടകം വച്ചിട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു സവിശേഷത സുജാതയ്ക്ക് നൽകാറുണ്ട്. വേണമെങ്കിൽ ഒരു ചെറുപ്പക്കാരനെ ഞാൻ കൊണ്ടുവരാം. കരിമിഴിക്കുരുവിയെ കണ്ടീല, നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടീല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടീല. ഇത് ഞാൻ ചേച്ചിയുടെ കൂടെ പാടിയ സോങ്ങാണ്. ഇതും തൊട്ടുരുമ്പിയിരിക്കാനും ഒക്കെ ചേച്ചിയുടെ കൂടെ പാടിയിട്ടുള്ളതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് പാടിയ സമയത്ത് ഞാൻ ചേച്ചി പാടി കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്നും കൂടെ ഇൻസ്പയർ ചെയ്താണ് ഞാൻ പാടിയത്. അപ്പോൾ സാറിനോട് ഞാൻ ചോദിച്ചിരുന്നു, ഈ കാവിൽ ഇത് കഴിഞ്ഞ് വരുന്ന കാവിൽ വന്നീല, അത് ചേച്ചി പാടിയ പോർഷനാണ്. ആ പോർഷൻ കൂടെ ഞാൻ എവിടെയെങ്കിലും ഒരു അനുപല്ലവി, ഒരു മിഡ് പല്ലവിയിലോ ലാസ്റ്റ് പല്ലവിയിലോട് പാടിക്കോട്ടെ എന്ന് ഞാൻ ചോദിച്ചു സാറിനോട്. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചേച്ചി പാടി വെച്ചത്. അപ്പോൾ ആ പോർഷൻസ് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എനിക്ക് പാടാൻ തരാമോ എന്ന് ഞാൻ സാറിനോട് ചോദിച്ചിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞു അത് ഫീമെയിൽ പോർഷനാണ്, അത് പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. ഏറ്റവും കൂടുതൽ എനിക്ക് എൻ്റെ സിംഗിങ്ങിൽ അതിൻ്റെ ലിറിക്സ്, അതിൻ്റെ മ്യൂസിക്കിനോടൊപ്പം തന്നെ ചേച്ചിയുടെ ആ ഒരു ഫീൽ എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഇത്രയും ഫീല് ഇതെങ്ങനെയാണ് സാധിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു വോയിസും ആ ഫീലും ആ സോങ്സും ആയിട്ടുള്ള ഒരു കെമിസ്ട്രി എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഈ ഫീലാണ് മോനെ ഈ ഫീലിനെ കൊണ്ടുവന്നത്. ഈ ഫീലിലാണ് മൂപ്പർ പെട്ടുപോയത്. അതെ അതെ. മോഹൻ സാറിന് റെക്കോർഡിങ്സിനൊന്നും വരാറില്ല. അപൂർവമായിട്ട് ഇപ്പൊ നേറ്റർ ഇല്ലാതെ മാത്രം റെക്കോർഡിങ്ങിന് മോഹൻ ഉണ്ടായിരുന്നു. റഹ്മാന്റെ ആ സമയത്ത് റെക്കോർഡിങ്സിനൊക്കെ ഒരുപാട് ലേറ്റ് ആവില്ലേ, അപ്പോൾ നമ്മുടെ ഡ്രൈവറൊന്നും അത്ര നേരം വെയിറ്റ് ചെയ്യില്ല. അപ്പോൾ മോഹൻ അവിടെ വന്ന് സ്റ്റുഡിയോയിൽ എവിടെയെങ്കിലും കിടന്നുറങ്ങും. എന്നിട്ട് രാത്രി 4 മണിയാവുമ്പോൾ തിരിച്ചെന്നെ കൊണ്ടുപോകും. നേറ്റർ ഇല്ലാതെ മാത്രം ഹി വാസ് ദേ ഫോർ ദ റെക്കോർഡിങ്. സോ ആ പാട്ട് എനിക്ക് എപ്പോഴും സ്പെഷ്യലാണ് മോഹൻ ഉണ്ടായിരുന്നതുകൊണ്ട്. എന്തായാലും മോഹൻ വളരെ പ്രിയങ്കരനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. എന്താ കാരണം വെച്ചാൽ സുജാത എന്നുള്ള ഗായികയെ എല്ലാ അർത്ഥത്തിനും പരിപോഷിപ്പിച്ചത് മോഹനാണ്. മോഹനെ പോലുള്ളൊരു പ്രോത്സാഹനജനകമായ ഒരു ഭർത്താവ് ഇല്ലായിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു ഭാവഗായികയെ മലയാളിക്ക് കിട്ടില്ലായിരുന്നു. പക്ഷെ മോഹനൻ്റെ ഗായകൻ എന്നുള്ള സിദ്ധി നമുക്ക് സ്ഥാപിക്കേണ്ട സമയമായിരിക്കും. എന്തായാലും ഈ ഷോയിൽ ഒരു പാട്ട് മോഹൻ പാടണം. ആ പാട്ട് പാടുമ്പോൾ സുജാത അത് കേട്ട് ആസ്വദിക്കണം. അതെ, ഞാനൊരു പഴയൊരു ഹിന്ദി പാട്ട് പാടാം. ഞാൻ കോളേജിൽ പ്രൈസ് അടിച്ചൊരു ഗാനം 1970 ആനന്ദ് എന്ന സിനിമയിൽ മുകേഷ് പാടിയ കഹീ ദൂർ. ഈ പാട്ട് പാടിയപ്പോഴല്ലേ ഡോക്ടർ വേണുഗോപാലനോട് പറഞ്ഞു 2 പെൺകുട്ടികൾ പ്രപ്പോസ് ചെയ്തെന്ന് പറഞ്ഞ ആ പാട്ടല്ലേ? അതെ, ആ കറക്റ്റ്. അത് കറക്റ്റ്. അല്ല, കറക്റ്റാണ് ഞാൻ പറഞ്ഞത്. ചോദിച്ചു നോക്ക്. അല്ലേ? അതെ. ആ നമ്മുടെ പത്മജയുടെ ഹസ്ബൻഡില്ലേ, അവരൊരുമിച്ചുണ്ടായിരുന്നതാണ്. അപ്പൊ 2 പെൺകുട്ടികൾ വന്നു. പറ. ഓക്കെ, എല്ലാ പാട്ട് പാടുമ്പോഴും कहीं दूर जब दिन डल जाए, सांझ की दुल्हन बदल चुराए, चुप कैसे आए मेरे ख्यालों के आंगन में, कोई सपनों के दीप जलाए, दीप जलाए, कहीं दूर जब दिल डल जाए, सांझ की दुल्हन बदल चुराए, चुप कैसे आए मेरे ख्यालों में आंगन में, कोई सपनों दीप जलाए, दीप जलाए, कहीं दूर जब दिन डल जाए, सांझ की दुल्हन बदल चुराए, चुप कैसे आए. ഒരു പുതിയൊരു ഗാനോദയത്തിന് വേണ്ടി ഞങ്ങൾ കാതോർക്കുകയാണ്. സുജാത, ഇനിയും ഞങ്ങൾക്ക് ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ട ഒരു ഗായകനെ ഞങ്ങൾക്ക് സഹിക്കില്ല. സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കും മോഹൻ. ആക്ച്വലി സിംഗിങ് നല്ലോണം പാടുന്നു ഇപ്പോൾ.